കരിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർ പ്രതിസന്ധിയിൽ. രാവിലെ 10:30 പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. പകരം രാത്രി 9 മണിക്ക് വിമാനം അറേഞ്ച് ചെയ്തിരുന്നുവെങ്കിലും അതും റദ്ദാക്കിയതായി യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചു. എയർപോർട്ടിൽ എത്തിയതിനു ശേഷമാണ് വിവരം അറിയിച്ചതെന്നും യാത്രക്കാർ ആരോപിക്കുന്നു. ഇവിടെ എയർ ഇന്ത്യ ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പൈസ് ജെറ്റ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്യാത്തത്. ഇവിടെ കൗണ്ടറിൽ ക്ലോസ്ഡ് എന്നാണ് കാണുന്നത്. ഇവിടെ ആരും പ്രതികരിക്കാൻ ആരും വന്നിട്ടില്ല. 10:30 ടിക്കറ്റാണ്. ആ ടിക്കറ്റ് ഇതുവരെയായിട്ട് അവർ ഇത് ചെയ്തിട്ടില്ല. ടിക്കറ്റ് ഫ്ലൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഫ്ലൈറ്റ് ക്യാൻസൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാഹിതമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ പോകേണ്ട ആൾക്കാരുണ്ട്, പക്ഷെ അവരാരും പോയിട്ടില്ല. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, ഇപ്പോൾ യാത്രക്കാരൻ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യമായി പോകേണ്ട ആളുകൾ ഉൾപ്പെടെ ഉള്ളതാണ്. എന്താണ് ഇത്തരത്തിൽ സർവീസ് വേണ്ട എന്ന് വെക്കുമ്പോൾ അത് കൃത്യമായ കാരണം യാത്രക്കാരെ അറിയിക്കേണ്ടതില്ലേ? സ്പൈസ് ജെറ്റ് അധികൃതർ എന്താണ് പറയുന്നത്? അമൃത, ഈ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഇന്ന് രാവിലെ 10:30 പോകേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കിയിട്ടുണ്ട് എന്ന് ഈ കാര്യം യാത്രക്കാരെ അറിയിക്കുന്നത്. ഈ യാത്രക്കാരെ അറിയിക്കുമ്പോൾ തന്നെ പകരം സംവിധാനം ഒരുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി 9 മണിക്ക് അവർക്ക് ഫ്ലൈറ്റ് സ്പൈസ് ജെറ്റ് തന്നെ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞത്. പക്ഷേ അല്പസമയം മുമ്പ് ആ ജെറ്റും ആ വിമാനവും ക്യാൻസലാക്കിയിരിക്കുന്നു എന്നാണ് അധികൃതർ ഇപ്പോൾ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. പകരം ഒരു സംവിധാനവും ഇതുവരെ അവർക്ക് ഒരുക്കിയിട്ടുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്ന യാത്രക്കാർ നമ്മോട് സംസാരിക്കുന്ന പല ആളുകളും ഇപ്പോൾ മുംബൈയിലേക്ക്, അതായത് കരിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിമാനത്തിൽ ഇറങ്ങി മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റിന് പോകേണ്ട ആളുകൾ വരെ ആ യാത്രക്കാരിലുണ്ട്. അവർക്ക് ഈ വിമാനം മിസ്സായതോടുകൂടി ആ വിമാനവും മിസ്സായിരിക്കുന്നു. അവരുടെ ഉദ്ദേശങ്ങൾ സമയത്ത് നടക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു. പക്ഷേ ഇതുവരെയും സ്പേസ് ജെറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ വിശദീകരണം വന്നിട്ടില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അതായത് ഭക്ഷണം പോലുള്ള കാര്യങ്ങളൊന്നും അവർ ഒരുക്കി നൽകുന്നില്ല. മാത്രമല്ല പകരം അവരോടൊരു നിർദ്ദേശം വാക്കാൽ പറഞ്ഞിട്ടുള്ളത് ആകാശ് ഫ്ലൈറ്റിന്റെ വിമാനം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അത് ടിക്കറ്റ് നോക്കുമ്പോൾ 4000-ഓ 5000-ഓ രൂപ ഓരോരുത്തർക്കും വരും. അങ്ങനെ പുതിയ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് എന്നൊരു നിർദ്ദേശം വാക്കാൽ അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇവർ കൃത്യമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികളോ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ യാത്രക്കാർ ആരോപിക്കുന്നത്. ഇന്ന് 10:30 പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റിന്റെ വിമാനം റദ്ദാക്കി. അത് രാത്രി 9 മണിക്ക് മറ്റൊരു വിമാനം ഏർപ്പാടാക്കി എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും റദ്ദാക്കി എന്നാണ് അല്പസമയം മുമ്പ് അവർക്ക് വിവരം ലഭിച്ചത്. സാങ്കേതിക കാരണം എന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശരി, അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.